ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ചിക്കൻ റോൾ വീട്ടിലുണ്ടാക്കിയെടുക്കും കേട്ടോ. ബേക്കറി കിട്ടുന്നതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിലും ടേസ്റ്റ് കൂടുതലുള്ള നല്ല സൂപ്പർ ചിക്കൻ റോളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് ചൂടുവെള്ളം, ചൂടുവെള്ളം മതി കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് ഈസ്റ്റ് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനത്തെ ഈസ്റ്റ് ആയതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് ഇത് പൊങ്ങി വരാനൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട. നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കിലോയുടെ അടുത്ത് മൈദ ചേർക്കുന്നുണ്ട്. മൈദ ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും ഇട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ആദ്യമേ മിക്സ് ചെയ്യാം. ഈ ഈസ്റ്റിൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്കിത് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാദാ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററാക്കി ഇതെടുക്കാം കേട്ടോ. മൊത്തം വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കാം. ഇനി നമുക്ക് ഈ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ഒരല്പം ഓയിലും കൂടെ അതിൻ്റെ മുകളിലൊന്ന് തിരുമ്മിയിട്ട് നമുക്കൊരു തുണിയിട്ട് മൂടുകയോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പൊങ്ങി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മൈദ റെഡിയാക്കി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂറാവും. അപ്പം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിതിലേക്ക് ചിക്കൻ്റെ എല്ലും ഇറച്ചിയുള്ളത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അല്പം ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് പെരുംജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. പെരുംജീരകം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു 2 സവോള ഒരു മീഡിയം രീതിയിൽ കട്ട് ചെയ്തത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് വഴറ്റാം കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ സബോളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചെറുതായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്കൊരു അല്പം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ മിക്സ് റെഡിയായി കേട്ടോ. ഇനി നമുക്കിതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ ഒരു മിക്സും കൂടി റെഡിയാക്കണേ. അപ്പോൾ അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരല്പം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്പം പാലും അല്പം ഉപ്പും ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മാറ്റി വെക്കാം. അതിന് ശേഷം ഇപ്പം നമ്മുടെ മൈദ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് പരുവമായോ നോക്കാം. നമുക്കിത് കുറച്ചിങ്ങനെ ഒരു ബോൾ പോലെ കയ്യിലേക്ക് എടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് വലിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പാകമായി എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇത് ഓരോ ബോളുകളായിട്ട് എടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെക്കാം. അതിനായിട്ട് ഓരോ ബോൾ എടുക്കുക, ഇതുപോലെ നീട്ടത്തിൽ വലിച്ചു കൊടുക്കുക. വലിച്ചതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ചിക്കൻ്റെ കുറച്ച് ഇത് വെക്കുക. അതിന് ശേഷം ഇത് നല്ലതുപോലെ സീൽ ചെയ്യണം. അല്ലെങ്കിൽ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും ഇത് പൊട്ടി നമ്മുടെ ആ ചിക്കൻ്റെ ഇത് എണ്ണയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ സീൽ ചെയ്ത് കയ്യിലിട്ട് നല്ലതുപോലെ നമ്മുടെ ചിക്കൻ റോളിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ.
ഇനി നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഓരോ റോളും നമ്മുടെ മുട്ടയിൽ മുക്കി അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഒരു കൈ വെച്ചിട്ട് മുട്ടയുടെ മിക്സിലിടുക, മറ്റേ കൈ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആ മുട്ട മുക്കിയ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിലിട്ടാൽ നമ്മുടെ ക്രംസൊക്കെ ഒട്ടിപ്പിടിക്കാനും കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 കൈ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബ്രെഡ് ക്രംസ് സാധാ നമ്മുടെ ബ്രെഡ് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിന് പകരം റസ്ക് ആണെങ്കിലും മതി, പൊടിച്ചിട്ടെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഓയിൽ ചൂടായപ്പോഴത്തേക്കും 1-2 റോള് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സീൽ ചെയ്യുന്നത് ശരിയായില്ലെങ്കിൽ ഇത് ഈ സമയത്ത് പൊട്ടിപ്പോവും. എൻ്റെ ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ സീൽ ചെയ്ത് കൈ വെച്ച് നല്ല പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങ് കോരിയെടുക്കാം കേട്ടോ. നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും നമ്മുടെ റോള് നല്ലതുപോലെ ഡബിൾ സൈസായിട്ട് വരും കേട്ടോ. പൊങ്ങി നമ്മൾ ബാറ്ററൊക്കെ നല്ലപോലെ പൊങ്ങി വരും. അതുകൊണ്ട് നല്ല സൈസിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള റോള് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ കോരി മാറ്റാറാകുമ്പോഴത്തേക്കും കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിൽ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ എണ്ണ അങ്ങ് പൊക്കോളും. പിന്നെ അധികം എണ്ണയൊന്നും കുടിക്കുന്ന ഒരു രീതിക്ക് അല്ല ഇത്, അധികം എണ്ണ കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് എല്ലാ റോളും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തേ അല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.